ഡൽഹിയിൽ IAS കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ BJP പിമാർ നോട്ടീസ് നൽകി. പാർലമെന്റിൽ ഇന്നും ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. ചൈനയുമായുള്ള അതിർത്തി സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MP മനീഷ് തിവാരി ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. വിരളമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, രാജ്യസഭാ അധ്യക്ഷൻ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതൊപ്പം രാജ്യസഭ ലോക്സഭാ നടപടികളും മറ്റും വിശദാംശങ്ങളും. രാജ്യസഭയുടെയും ലോക്സഭയുടെയും നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭയിൽ ഇന്ന് സഭ തുടങ്ങുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ പാർലമെന്റ് തുടങ്ങുമ്പോൾ ആദ്യം ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് പാർലമെന്റ് ആരംഭിച്ചത്. തുടർന്ന് രാജ്യസഭാ അധ്യക്ഷൻ ഡൽഹിയിൽ IAS കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി ഉണ്ടായിട്ടുള്ള അപകടത്തിൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ BJP MPമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ 7 നോട്ടീസുകളാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യവേള രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. ലോക്സഭയിലാകട്ടെ ചൈന വിഷയം ചർച്ച ചെയ്യണം. ചൈനയിലെ നിലവിലെ അതിർത്തിയുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് MP മനീഷ് തിവാരി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ഒരു 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു. ലോക്സഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാജ്യസഭയുടെയും ലോക്സഭയുടെയും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള IAS കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറിയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ BJP MPമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്തെ നിരവധി കോച്ചിംഗ് സെന്ററുകൾ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾ ലൈബ്രറി നടത്തുന്നതിന് പൂർണ്ണമായും വിലക്ക് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KP ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഒപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഉയരുകയാണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട രാജ്യ തലസ്ഥാനത്തും ഒപ്പം മറ്റു മേഖലകളിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഈ ഒരു അപകടം നടന്നതിൽ അതിൽ അധികൃതർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയതിൻ്റെയും ഒപ്പം ഈ അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ വിദ്യാർത്ഥികൾക്കുള്ള ലൈബ്രറി ക്രമീകരിച്ചതും അവിടെ വിദ്യാർത്ഥികളെ പഠനത്തിന് അവിടെ ഇരുത്തിയതുമാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് അനുമതി നൽകിയ മേഖലയിലാണ് ഇത്തരത്തിലൊരു ക്ലാസ് മുറി കോച്ചിംഗ് സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മുഴുവൻ കോച്ചിംഗ് സെന്ററുകൾക്ക് അനധികൃതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധം ഉയരുകയാണ്. ABVPയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹി മേയറുടെ വസതിക്ക് മുൻപിലും ഒപ്പം അധികൃതരുടെ ഓഫീസിന് മുൻപിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ നടത്തിയിരുന്നു. ഒപ്പം IAS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിലും അതിൽ നടപടിയെടുക്കുന്നതിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. ഡൽഹി സർക്കാരിൻ്റെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഈ അപകടത്തിൽ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത്. KP